നമസ്കാരം. ഇന്ന് വറുത്തരച്ച ചിക്കൻ കറിയാണ്. അതിന് ചിക്കന്, സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഉള്ളി, തേങ്ങ, ഉപ്പ്, ചിക്കൻ മസാല, ജീരകം, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ വെളിച്ചെണ്ണ. ഇത്രയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്, മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി വറുക്കുകയാണ്. നല്ലോണം വറുക്കണം കേട്ടോ. അതിൻ്റെ പച്ചമണം ഒക്കെ മാറി വരണം. വറുത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചിക്കൻ ആക്കാൻ തുടങ്ങാം. അതിനാദ്യം തന്നെ കഴുകി വെച്ച ചിക്കൻ ഒരു പാത്രത്തിലിട്ടിട്ട് അതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, പിന്നെ സവോള, പിന്നെ പച്ചമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, വറുത്ത് വെച്ച മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കറിവേപ്പില, ചിക്കൻ മസാല, പിന്നെ വെളിച്ചെണ്ണ. ഇതെല്ലാം വെളിച്ചെണ്ണയല്ല, വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മളെ കൈനെ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. കൈനെ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുക. എന്നിട്ട് അടച്ചു വെക്കുക. അതിലേക്ക് ഈ വറുത്ത് വെച്ച മല്ലി മുളകിൻ്റെ മിക്സും കൂടി ഇടണേ. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓണാക്കിയിട്ട് അടച്ചു വെക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാകുമ്പോൾ അടച്ചു വെച്ചിട്ട് സ്റ്റൗ ഓണാക്കിയിട്ട് അതവിടെ വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ തേങ്ങ വറുക്കാം. അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ നേർങ്ങനെ അരിഞ്ഞു വെച്ച് വെളുത്തുള്ളി ഇടുക. വെളുത്തുള്ളി ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് തേങ്ങ, ആവശ്യത്തിന് തേങ്ങ, നമ്മൾ ചാറ് എത്രയാണെന്ന് അതിന് കണക്കായിട്ടില്ല തേങ്ങ എടുത്തിട്ട് ഇത് നന്നായിട്ട് വറണ്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ആ ചാറിന്. അതിന് വേണ്ടിയിട്ടാണ്. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ. അധികം പണിയൊന്നുമില്ല. വറുത്തരക്കൽ വലിയ എന്തോ പണിയാന്ന് എല്ലാവരും വിചാരം. പക്ഷേ ഇത് സിമ്പിളാണ്. വറുത്ത് വെച്ച തണിഞ്ഞേരം അത് ഉണങ്ങി അത് അരച്ചിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ചിട്ട് വേണ്ട നല്ലതായിട്ട് ജസ്റ്റ് അടച്ചു വെച്ച് വേവിച്ചാൽ മതി. അപ്പോഴത്തേക്കായി. ഇതിലേക്ക് ഇനി വറുത്തിടാനുള്ള ഏർപ്പാട് ചെയ്യാനേ. ഇനി ആദ്യം പാൻ ചൂടാക്കിയിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ നമ്മൾ ഉള്ളി സവോള കുറച്ച് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് സ്ക്വയർ ടൈപ്പിൽ. അതും ഇട്ട് കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് വറുത്തിട്ട് ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. നമ്മളെ ചിക്കൻ കറി റെഡിയായി. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് വറുത്തരച്ച ചിക്കൻ കറി. നല്ല ടേസ്റ്റ്.